ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു പ്രഭാതം കൂടി കാണാൻ അനുവദിച്ച തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വചനം ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ചേർത്ത് വെക്കാം. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഈ തിരുവചനം ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള ഓരോ ജീവിത നിമിഷങ്ങളിലും, നമ്മുടെ പ്രാർത്ഥനകളിലും നിയോഗങ്ങളിലും ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ഏറെ ആഹ്ലാദവും സന്തോഷവും ഉണ്ടാകുവാൻ, നമ്മുടെ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തെ കണ്ടെത്താൻ ഈ തിരുവചനം നമ്മെ എല്ലാവരെയും ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.